അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തൻബീഹുൽ ഗാഫിലീനിൽ നിന്ന് എടുത്തതാണ്. അൽ ഇഖ്ലാസ്, ആത്മാർത്ഥത എന്ന അധ്യായത്തിൽ നിന്നാണ് ഇത്. വറുവിയ, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അൻ ഷഖീഖ് ബിൻ ഇബ്രാഹിം അസ്സാഹിദ്, സാഹിദായ പരിത്യാഗിയായ ഷഫീഖ് ബിൻ ഇബ്രാഹിം, അന്നഹു ഖാല, തീർച്ചയായും അദ്ദേഹം പറഞ്ഞു, ഹുസ്നുൽ അമലി സലാസത്തു അഷ്യായിൻ, കർമ്മങ്ങൾ നന്നാവണമെങ്കിൽ 3 കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഹുസ്നുൽ അമലി സലാസത്തു അഷ്യായിൻ, കർമ്മങ്ങൾ നന്നാവണമെങ്കിൽ 3 കാര്യങ്ങൾ നിർബന്ധമായും വേണം. അവലുഹ, അതിലാദ്യത്തേത് അയ്യറ, അവൻ ഈ കർമ്മം ചെയ്യുന്നയാൾ കാണലാണ് അഥവാ മനസ്സിലാക്കലാണ്, അന്നൽ അമല മിനല്ലാഹി തആല, ഈ പ്രവൃത്തി അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഒരു പ്രവൃത്തി ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ പ്രവൃത്തി ചെയ്യുന്നയാൾ മനസ്സിലാക്കണം, ഈ അമൽ, ഈ പ്രവൃത്തി അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ലിയക്സിറ ബിഹിൽ ഉജ്ബ്, ലിയക്സിറ ബിഹിൽ ഉജ്ബ, അതുകൊണ്ട് പ്രകടനാത്മകത, മറ്റുള്ളവർ കാണണം എന്ന ചിന്താഗതി, പ്രകടിപ്പിക്കാനുള്ള വാഞ്ച, അത് തച്ചുടക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബ് ഇങ്ങനെ എനിക്ക് തന്നത് എന്ന ഒരു ബോധ്യം അയാൾക്ക് വേണം. വസാനി, രണ്ടാമതായിട്ട് അൻ യുരീദ ബിഹി, അവൻ ആ പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കണം റിളല്ലാഹി, അള്ളാഹുവിൻ്റെ സംതൃപ്തി. ആ പ്രവൃത്തി കൊണ്ട് അവൻ ഉദ്ദേശിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സംതൃപ്തിയാണ്. ലിയക്സിറ ബിഹിൽ ഹവ, അവൻ്റെ ദേഹേച്ഛയെ അതുകൊണ്ട് അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി, അവൻ്റെ ദേഹേച്ഛ എന്ന ദുർഗുണം അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി, ഇത് അള്ളാഹുവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രമാണ് എന്ന ഉദ്ദേശം ആ പ്രവർത്തിക്ക് മുമ്പേ അവനുണ്ടാവണം. വസാലിസും, മൂന്നാമതായി അൻ യബ്തഗിയ സവാബൽ അമലി മിനല്ലാഹി തആല, അവൻ ആഗ്രഹിക്കണം, അവൻ്റെ മനസ്സിലുണ്ടാവണം, ഇതുകൊണ്ട് അഥവാ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഈ പ്രവൃത്തിയുടെ പ്രതിഫലം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹു തആലയിൽ നിന്നുള്ളതാണ്. ഈ പ്രവൃത്തി കൊണ്ട് വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു തആല നൽകുന്ന പ്രതിഫലം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൻ ആഗ്രഹിക്കണം. ലിയക്സിറ ബിഹി ത്വമഅ വരിയാ, അതുകൊണ്ട് തച്ചുടക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് അവൻ്റെ അത്യാഗ്രഹം തമഴ്, മറ്റൊന്ന് റിയാ, മറ്റുള്ളവർ കാണണം എന്ന ബോധ്യം. അപ്പോൾ അത്യാഗ്രഹവും മറ്റുള്ളവർ കാണണമെന്ന ചിന്തയും തച്ചുടക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സവാബ്, ഈ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം അള്ളാഹു തആലയിൽ നിന്ന് മാത്രമാണ് എന്ന ചിന്ത അവനുണ്ടാവണം. അപ്പം 3 കാര്യങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരാൾക്കുണ്ടാവണം. ആദ്യമായി വേണ്ടത്, ഈ പ്രവൃത്തി അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ഇതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രകടനാത്മകത, മറ്റുള്ളവർ കാണണമെന്ന ബോധ്യം, അതുപോലെ തന്നെ ഞാൻ വലിയ പ്രവർത്തിക്കാരനാണ് എന്നുള്ള ചിന്ത, ഇതൊക്കെ തച്ചുടക്കപ്പെടണം. ഒരു പ്രകടനം എന്നുള്ള സംഗതി ഇതിലുണ്ടാവരുത്. ആരുടെ മുമ്പിലും പ്രകടിപ്പിക്കാനല്ല ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ആ വാഞ്ച തച്ചുടക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. രണ്ടാമത്തത്, ഇതുകൊണ്ട് അള്ളാഹുവിൻ്റെ റിള, അള്ളാഹുവിൻ്റെ സംതൃപ്തിയാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ സംതൃപ്തിയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ വേറെ ഒരു നിലക്കും വരുന്നില്ല. ഹവ, ദേഹേച്ഛ, സ്വന്തം ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്ന സംഗതി അതിലേക്ക് വരുന്നതേയില്ല.
അതുണ്ടെങ്കിൽ അതിനെ തച്ചുടക്കണം. അത് ഉടക്കാൻ വേണ്ടിയിട്ടാണ് റിളല്ലാഹ്, അള്ളാഹുവിൻ്റെ സംതൃപ്തിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നത് അവൻ്റെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. മൂന്നാമതായി, ഇതുകൊണ്ട് ഇതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന്, മറ്റാരും എനിക്കൊന്നും തരേണ്ടതില്ല, ഒരു പുഞ്ചിരി പോലും സമ്മാനിക്കേണ്ടതില്ല എന്ന ചിന്ത. അതെന്തിനാ? റിയാ, മറ്റുള്ളവർ കാണാൻ വേണ്ടി എന്ന ചിന്ത, അത് തച്ചുടക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഈ 3 സംഗതികളും തച്ചുടക്കാൻ ഇത് പ്രാപ്തമായാൽ വബിഹാദിഹി, ഈ ഒരൊറ്റ കാരണം, വബിഹാദിഹി ലഷിയായി, ഈ കാര്യങ്ങളുടെ ഫലമായിട്ട്, ഈ 3 കാര്യങ്ങൾ കൊണ്ടും തഖ്ലുസു അൽ-അഅ്മാലു, പ്രവർത്തനങ്ങൾ മുഴുവൻ ആത്മാർത്ഥമായി തീരും. ഈ കാര്യങ്ങൾ കൊണ്ട് പ്രവർത്തികളൊക്കെ നിഷ്കളങ്കമായി തീരും, കളങ്കരഹിതമായി തീരും. ഇങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സ്വീകാര്യയോഗ്യമായി തീരാൻ മറ്റാരും ഇതിൽ ഒരവകാശവും ഉന്നയിക്കാതിരിക്കണമെങ്കിൽ ഇതിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിച്ച് പൊട്ടിക്കാൻ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കണം. ആ നിലക്ക് പ്രവർത്തികൾ ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.